പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി എക്സാമുകൾ ബിരുദ പരീക്ഷകൾ നടക്കുന്നത് 100 മാർക്കിനും 75 മാർക്കിനുമാണ്. 100 മാർക്ക് എന്ന് പറയുമ്പോൾ 80 എക്സ്റ്റേണലും പ്ലസ് 20 ഇന്റേണലാണ്. 75 മാർക്ക് എന്ന് പറയുന്നത് 60 എക്സ്റ്റേണലും 15 ഇന്റേണലുമാണ്. ഇങ്ങനെ 2 രീതിയിലാണ് പരീക്ഷ നടക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 75 മാർക്കിന് പരീക്ഷ നടക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിലെ ഇംഗ്ലീഷിൻ്റെ 2 പേപ്പറും 75 മാർക്കിനാണ്. പിന്നെ സയൻസ് സബ്ജക്റ്റുകൾ ചില കോർ പേപ്പറുകൾ ഇങ്ങനെയാണ്, ഓപ്പൺ കോഴ്സ് ഇങ്ങനെയാണ്, BA-യിലൊക്കെ ഇലക്റ്റീവ് പേപ്പറുകളൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ 75 മാർക്കിന് പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് പാസ്സാകാൻ എത്ര മാർക്ക് വേണം, ഓരോ ഗ്രേഡ് വാങ്ങാൻ എത്ര മാർക്ക് വേണം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ എക്സ്റ്റേണൽ പരീക്ഷയ്ക്ക് 100 മാർക്കിന് 80 മാർക്കിനായാലും 60 മാർക്കിനായാലും 20% മാർക്ക് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. 20% എന്ന് പറഞ്ഞാൽ 80 മാർക്കിനാണെങ്കിൽ 16 മാർക്കും, അതുപോലെ തന്നെ 60 മാർക്കിനാണെങ്കിൽ 12 മാർക്കും. അപ്പോൾ നമുക്ക് 12 മാർക്ക് കിട്ടണം. അപ്പോൾ 15 ഇനി 75 മാർക്കിൻ്റെ കേസിൽ 15 ഇന്റേണൽ കിട്ടിയാൽ 12 വേണം പാസ്സാവാൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. 12 ഉണ്ടായാലും എന്തായി, 27 മാർക്കായി. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പാസ്സാക്കാൻ വേണ്ട ഗ്രേഡ് പി ഗ്രേഡാണ്. ആ പി ഗ്രേഡ് ലഭിക്കാൻ വേണ്ട മാർക്ക് 27 മാർക്ക്. 27നും 34നും ഇടയിൽ, 34 ഇടയിലാണ് മാർക്കെങ്കിൽ പി ഗ്രേഡ് ആയിരിക്കും. 34 മാർക്കായി കഴിഞ്ഞാൽ സി ഗ്രേഡ് ആയിരിക്കും, 34 to 42. ഇനി ബി ഗ്രേഡ് കിട്ടാൻ 42നും 49നും ഇടയിൽ, 42 കടന്നു കഴിഞ്ഞാൽ 42 ആയാൽ ബി ഗ്രേഡ് കിട്ടും. ഇനി ബി പ്ലസ് ആയിട്ടുള്ള ഗ്രേഡ് കിട്ടാൻ 49നും 57നും ഇടയിൽ. ഇനി 57 ആയി കഴിഞ്ഞാലോ എ ഗ്രേഡായി 64 വരെ. 64 ആയി കഴിഞ്ഞാലോ എ പ്ലസ് ആയി 64നും 72നും അതിന് മുകളിലും. 75ലാണല്ലോ, 72, 73, 74, 75 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓ ഗ്രേഡാണ്. ഇനി ഒരു വിദ്യാർത്ഥി 27ന് അടിയിലാണെങ്കിൽ, ബിലോ 27 ആണെങ്കിൽ എഫ് ഗ്രേഡ് ആയിരിക്കും. ആ വിദ്യാർത്ഥി ഫെയിലാവും. അപ്പോൾ വിദ്യാർത്ഥിക്ക് പാസ്സാകാൻ വേണ്ട മാർക്ക് 27 മാർക്കാണ് 75 മാർക്കിന്. ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.